ഇ ഡി വധശ്രമക്കേസിലെ പ്രതികളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിൽ പങ്കെടുപ്പിച്ചതിൽ SHO ആർ പ്രശാന്തിന് കുരുക്ക് മുറുകുകയാണ്. പ്രശാന്തിന്റെ അറിവോടെ നടന്ന പരിപാടിയിൽ വിശദമായ അന്വേഷണം നടക്കും. ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് പോലീസ് അസോസിയേഷന്റെ നിർണായക ചുമതല വഹിച്ചിരുന്നയാളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയി UDF സർക്കാരിന്റെ ഭരണകാലത്തും തുടരാൻ അനുവദിച്ചതിൽ കോൺഗ്രസിലും വിമർശനമുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലുകളെ ഈ പറയുന്ന രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ സംവിധാനത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജഡ്ജിയും ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളും കൂടി കൈകോർത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊടും ക്രിമിനലുകൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ വിരാജിക്കുന്നതും അവർക്കവിടെ ഇങ്ങനെ റീൽസൊക്കെ എടുക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുന്നതും. എന്തായാലും അതിൽ അന്വേഷണമാകുന്നു, നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രശാന്ത്, പ്രജിത്തെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇ ഡിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ആർത്തുല്ലസിച്ചുകൊണ്ട് ഓണാഘോഷം നടത്തുന്നത്. അതും മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷം നടത്തിയത് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ് കോഡ് അടക്കമാണ് ഈ പ്രതികൾ ഉപയോഗിക്കുകയും ചെയ്തത്. ഇതാണ് ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ SHOയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. SHO തന്നെ ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള ഇടത് സംഘടന അനുഭാവി നേതാവ് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തുകൊണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ മാറി വന്നിട്ട് പോലും, ഇടത് സർക്കാർ മാറി വന്ന് UDFന്റെ സർക്കാർ വന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകളെല്ലാം പിടിമുറുക്കുന്നത് ഇടത് നേതാക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ CPM നേതാക്കൾക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ED ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരെല്ലാം കണ്ടീഷൻ ബെയിലോട് കൂടി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ പ്രതികൾ. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മുന്നിലെത്തുകയും അവിടെ ഓണാഘോഷം നടത്തുന്ന നിലയിലേക്കൊക്കെ എത്തുകയും അതും യാതൊരു നിർഭയത്വം, യാതൊരു ഭയവുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടായത്. ഇതിനെല്ലാം കാരണം അത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ ഇത്തരം നടപടികൾ, അതായത് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ഊഞ്ഞാലാടുകയും അതോടൊപ്പം തന്നെ മറ്റ് റീൽസ് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പോലും അതിനെ വിലക്കുകയോ അതിന് മറ്റ് അവരെ പിന്തിരിപ്പിക്കുന്ന വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ പോലീസിൻ്റെ കൂടി ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് നടത്തിയത് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് പോലീസിന് തന്നെ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് അതിനകത്ത് ഈ SHOയുടെ നടപടിയാണ്, SHO പ്രശാന്തിൻ്റെ നടപടിയാണ്. SHO പ്രശാന്തിൻ്റെ കൂടി നിർദ്ദേശം അല്ലെങ്കിൽ മൗനാനുവാദമൊക്കെ ഇക്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് അവിടെ ആർത്തുല്ലസിക്കുന്നതിന് കാരണമായി എന്നതൊക്കെയുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിൽ UDF സർക്കാരിനെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഇതിൽ ഇത്തരം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അതെല്ലാം സ്വാഭാവികമാണെന്ന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് ഇതൊരു ഒത്തുകളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ED ആക്രമിക്കുന്ന സംഭവത്തിൽ, ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ തുടർന്നുള്ള അറസ്റ്റ് നടപടികളൊക്കെ മന്ദീഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തതെങ്കിൽ പോലും 26 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതും വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, അന്ന് ED ആക്രമിച്ച പ്രതികൾ പാളയം CPMന്റെ ഏരിയ കമ്മിറ്റിയിൽ കയറി ഒളിച്ചിരുന്നിട്ട് പോലും അവിടുന്ന് പ്രതികളെ പിടികൂടാൻ പോലും അന്നത്തെ പോലീസിന് കഴിഞ്ഞില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ളവർ CPMന്റെ ദയാവായ്പിന് വേണ്ടിയിട്ട് പാളയം ഏരിയ കമ്മിറ്റിക്ക് മുന്നിൽ യാചിച്ചു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ്, സമാനമായ സാഹചര്യം തന്നെയാണ് മാസങ്ങൾ ഇപ്പോൾ പിന്നിടുമ്പോഴും CPMന് ഈ സർക്കാരിൽ അല്ലെങ്കിൽ CPMന് ഇത്തരത്തിൽ പോലീസിൽ പിടിമുറുക്കുന്നു, സർക്കാരിന് പോലീസിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൾക്ക് അനുകൂലമായി നിൽക്കാനുള്ള ഒരു നടപടി, പ്രതികളെ സഹായിക്കുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ED പോലെയുള്ള ഒരു ഏജൻസിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ടീഷൻ ബെയിലോട് കൂടി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രതികളാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഒപ്പിടുന്നതിന് വേണ്ടി വിളിച്ചു വരികയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതെല്ലാം യാദൃച്ഛികമാണെന്ന് കണക്ക് കൂട്ടാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതിൻ്റെ കൂടി തന്നെയാണ് SHOയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടെന്ന് പറയുന്നത്. SHO തന്നെ ഇവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഡ്രസ് കോഡ് അടക്കം, അതായത് SHO പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് അടക്കം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ഡ്രസ് കോഡോട് കൂടി തന്നെയാണ് ഇവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തെയും പോലീസ് സംവിധാനത്തെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ റീൽസ് ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തന്നെ വീഴ്ച സംഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ
വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം എത്തിയതോടുകൂടിയാണ് അന്വേഷണത്തിന് ഉത്തരവ് ഇടുന്ന നിലയിലേക്കൊക്കെ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നത്. പ്രയത്ത് ഓക്കെ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.